പാലക്കാട്ടെ വോട്ടർമാരുടെ മതേതര മനസ്സ് വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. UDF കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടില്ലെന്നും UDFന് കംഫർട്ടബിൾ മാർജിൻ ലഭിക്കുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. വളരെ കോൺഫിഡന്റ് ആണ്. തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഫിഡൻസ് കുറവുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പാലക്കാട്ടെ വോട്ടർമാരിലായി. യു ഡി എഫിന്റെ കോട്ടകളിലൊന്നും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ടിനകത്ത് നോട്ടയും വരില്ലേ, ഒരുപക്ഷെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പറയാത്തത്. ശ്രീ സുരേന്ദ്രന്റെ ഇതുവരെ വിജയിച്ച ഒരു പ്രവചനം പറഞ്ഞതാവും. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് അദ്ദേഹം പ്രവചനം ശരിയായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ റിസൾട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് കഴിഞ്ഞ ഇലക്ഷന് ശേഷമാണ് ഇവിടെ MLA ഓഫീസ് തുടങ്ങിയത് BJP അല്ലേ? ആ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലമീൻ തോട്ടുമുക്ക് നൽകും UDF ക്യാമ്പിൽ നിന്ന് വിവരങ്ങൾ. അല്ലമീൻ, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായ മാർജിൻ ഉണ്ടാകും, ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു കണക്കുകൂട്ടൽ? വിനിത, ബൂത്ത് തലങ്ങളിൽ നിന്ന്, പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന്, നഗരസഭാ പരിധിയിലെ മുനിസിപ്പാലിറ്റി വാർഡുകളിൽ നിന്നുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് DCC നേതാക്കൾ. ഒപ്പം MP-മാരായിട്ടുള്ള ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി നേതാക്കളോട് പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 12,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ചുരുങ്ങിയത് 12,000 വോട്ടുകൾ ലഭിക്കും, അത് 15,000 വരെ വരാം. ഒരു UDFന് അനുകൂല തരംഗമുണ്ടെങ്കിൽ അത് 15,000 മുതൽ 20,000 വരെ വരുമെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ ഇപ്പോഴും പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് ശേഷം നാളെ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളെ കാണും. അപ്പോൾ കണക്കുകൾ നിർത്തിയുള്ള ഒരു പ്രതികരണം നടത്താമെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പോളിംഗ് കുറഞ്ഞത് അത് UDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന, തങ്ങൾക്ക് സ്ഥിരമായി തങ്ങളോടൊപ്പം നിൽക്കുന്ന മേഖലകളിലൊന്നും തന്നെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നുകൂടി അവർ പറയുകയാണ്. അതേസമയം BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ വലിയ മുന്നേറ്റം BJP അന്ന് ഉണ്ടാക്കിയിരുന്നു. അന്ന് BJP മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിൽ അന്ന് പിടിച്ച വോട്ടുകൾ ഇന്ന് BJPക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ വോട്ടുകൾ പോലും ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ BJP പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ അനുകൂലമായ സാഹചര്യമുണ്ട് എല്ലാ തരത്തിലും എന്നുള്ളതാണ് UDF പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു അനുകൂല ഘടകമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മണ്ഡലത്തിൽ ഒരു തരത്തിലും UDFന് പ്രതികൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ്. രണ്ടു രീതിയിലാണ്. ഒന്ന്, വിവാദ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വിവാദങ്ങളൊന്നും തന്നെ UDFന് ഒരു തരത്തിലും പ്രതികൂലമാക്കിയിട്ടില്ല. UDFന് എതിരായിട്ടാണ് BJPയും CPM പല ആരോപണങ്ങളും ഉന്നയിച്ചത്. പക്ഷേ അതൊന്നും തന്നെ തങ്ങളെ പരിക്കേൽപ്പിച്ചിട്ടില്ല എന്ന് അവർ വിലയിരുത്തുന്നു. ഒപ്പം ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ അർത്ഥത്തിലുള്ള അടിയൊടുക്കുകൾ അത് CPMന് എതിരായി മാറും, ഒപ്പം BJPക്ക് എതിരായി മാറും. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. നിലവിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറയുമ്പോഴും വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ കണക്കൊക്കെ നിരത്തിക്കൊണ്ടാണ് തികഞ്ഞ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് ഈ മണിക്കൂറിൽ UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ഇപ്പോഴും ആ വിലയിരുത്തലുകൾ തുടരുകയാണ്, കണക്കുകൾ കൂട്ടിയുള്ള പരിശോധനകൾ തുടരുകയാണ്. നാളെ അത് മുൻനിർത്തിയുള്ള വിശദമായ ഒരു പ്രതികരണം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കുകയാണ്. വിനീത, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകി.